ഓം ശാന്തി. സ്വയം തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും പരിധിയില്ലാത്ത ആത്മീയ ലോകത്തേക്ക് കൊണ്ടുപോകൂ. ഇന്ദ്രിയങ്ങളുടെയോ ഭൗതിക സൗകര്യങ്ങളുടെയോ പ്രഭാവത്തിൽ നിന്ന് ഉപരിയായി ആത്മസ്വരൂപത്തിൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ ആനന്ദത്തിൽ വസിക്കൂ. കുറച്ചുനേരം ഈ അനുഭവത്തിൽ ലയിച്ചിരിക്കൂ. സ്വയം
ചിത് ആനന്ദസ്വരൂപനായ പരമാത്മാവിൻ്റെ സന്താനമെന്ന് മനസ്സിലാക്കൂ. സമയബോധം, ശരീരബോധം, കർമ്മബോധം എന്നിവയ്ക്കെല്ലാം ഉപരിയായി പോകൂ. മനസ്സിലാക്കൂ, ഞാൻ ആനന്ദസ്വരൂപനായ പരംധാം നിവാസിയായ ആത്മാവാണ്. ബാബയുടെ ആനന്ദകിരണങ്ങളുടെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കൂ. ഈ ആനന്ദത്തിൻ്റെ ലഹരിയിൽ മുഴുകിയിരിക്കൂ.
ഓം ശാന്തി. എൻ്റെ പ്രിയപ്പെട്ട അതിമധുരവാനായ ബാപ്ദാദ, ഗുഡ് മോർണിംഗ്. സ്വയം ഞാൻ ഒരു ശക്തിശാലി ആത്മാവാണ് എന്ന് സങ്കൽപ്പിക്കൂ. ആദ്യമായി മസ്തകത്തിൻ്റെ നടുവിൽ ആത്മാവിനെ സ്പഷ്ടമായി കാണൂ. ഞാൻ ആത്മാ ഒരു ദിവ്യശക്തിയാണ്, അതിശക്തിശാലി. അതീവ തേജോമയമായ ദിവ്യതയാൽ സമ്പന്നമായ ഒരു ആത്മനക്ഷത്രമാണ് ഞാൻ. പുരികമധ്യത്തിൽ ബുദ്ധിയാകുന്ന നേത്രം കൊണ്ട് ആത്മസ്വരൂപത്തെ കാണൂ. ഞാൻ ആത്മാവിൽ നിന്നും അളവറ്റ പ്രകാശകിരണങ്ങൾ ദൂരെ ദൂരെ വരേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും ഭ്രൂമധ്യത്തിൽ എന്നെ കാണുകയാണ്. എൻ്റെ ചിന്തകളെ സ്ഥിരപ്പെടുത്തുകയാണ്. ഞാൻ ആത്മാ വളരെയധികം ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, വളരെ സ്ഥിരതയുള്ള, വളരെ ശാന്തമായിരിക്കുന്ന, സദാ പ്രിയപ്പെട്ട ബാബയുടെ ഓർമ്മയിൽ ലവ്ലീനമായിരിക്കുന്ന, മഗ്നമായിരിക്കുന്ന ആത്മാവാണ് ഞാൻ. ബാബയുടെ സൽപുത്രനായ കുട്ടി ഓരോ നിമിഷവും ബാബയുടെ സാമീപ്യം അനുഭവിക്കുന്നു. സമ്പൂർണ്ണ ആത്മാഭിമാനിയായി മാറിയ ഞാൻ ഈ ശരീരം വിട്ട് പുറത്ത് കടന്ന് മുകളിലേക്ക് പരന്ധാമം ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ്. മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും തോറും ഞാൻ താഴേക്ക് നോക്കുന്നുണ്ട്. താഴെ എൻ്റെ പഞ്ചതത്വ നിർമ്മിതമായ ദേഹം ഞാൻ കാണുന്നു. ഞാനാകുന്ന മൂർത്തിക്ക് കുടികൊള്ളാനുള്ള ഒരു ക്ഷേത്രമായി ഞാൻ എൻ്റെ ദേഹത്തെ കാണുന്നു. ഇപ്പോൾ എനിക്ക് ചുറ്റിലും പ്രകാശത്തിൻ്റെ ഒരു ഓറയുണ്ട്. ഞാൻ മെല്ലെ മെല്ലെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മേഘങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും സൂര്യചന്ദ്രന്മാർക്കും
എല്ലാം മുകളിലായി സൂക്ഷ്മവദനവും മറികടന്ന് ഞാൻ ആത്മാ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ എൻ്റെ സ്വന്തം ഗൃഹത്തിൽ. ഇതെത്ര പവിത്രധാമമാണ്. ഗഹനമായ ശാന്തി നിറഞ്ഞ ശാന്തിധാമമാണിത്. ഞാൻ ഈ പവിത്രധാമത്തിൽ പവിത്രതയുടെ കിരണങ്ങൾ ചുറ്റിലും പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പവിത്രതയുടെ സാഗരനെ, എൻ്റെ ബാബ, പവിത്രതയുടെ സൂര്യനായ എൻ്റെ ബാബ, അങ്ങയുടെ ഹൃദയത്തിൽ എനിക്ക് വേണ്ടി അങ്ങ് ഒരിടം തന്നിരിക്കുന്നു. അങ്ങ് എന്നെ എത്ര പവിത്രമാക്കി മാറ്റുന്നു. ബാബയിൽ നിന്നുമുള്ള പവിത്രതയുടെ ജ്വാലാകിരണങ്ങൾക്ക് കീഴിലാണ് ഞാൻ. എൻ്റെ ബാബയുടെ ദിവ്യമായ പ്രകാശം ഞാൻ ആത്മാവിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാബയുടെ പ്രകാശം ഞാൻ ആത്മാവിന് സുഖവും ശാന്തിയും നൽകുന്നു. എൻ്റെ ബാബ, എൻ്റെ ഹൃദയേശ്വരനായ ബാബ, എൻ്റെ ഹൃദയത്തിന് അർത്ഥം, എൻ്റെ ബുദ്ധിക്ക് ആരാമം, സുഖം തരുന്നവനാണ് അങ്ങ്. ഞാൻ എൻ്റെ ബാബയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാബയിൽ നിന്ന് നിരന്തരം പ്രകാശകിരണങ്ങളാകുന്ന ജലധാര എൻ്റെ മേൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെത്ര അത്ഭുതമായ ദിവ്യദൃശ്യമാണ്. ഞാനിത് കണ്ട് എത്രമാത്രം ആനന്ദത്തിലാഴുന്നു. എൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് എന്തു പറയാൻ? ഭഗവാനാണ് സ്വയം എൻ്റെ ഭാഗ്യം സൃഷ്ടിക്കുന്നത്. ഞാൻ ബാബയുമായി, ഭഗവാനുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭഗവാനെ ഒരു നിമിഷ നേരം കാണാൻ ലോകം മുഴുവനും അലയുകയാണ്. ക്ഷേത്രങ്ങളിൽ ഭക്തന്മാർ ഈ ഈശ്വരനെയാണ് ഭക്തി ചെയ്യുന്നത്. എന്നാൽ ഞാൻ ആത്മാ ബാബയുടെ അരികിലിരിക്കുന്നു.
എൻ്റെ ഭാഗ്യം എന്നെ സ്വയം ഭാഗ്യവിധാതാവാണ് ആകർഷിച്ച് കൊണ്ടുവന്നത്. ഞാൻ വളരെയധികം ഭാഗ്യശാലിയായ ആത്മാവ് തന്നെയാണ്. ഞാൻ ബാബയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ബാബയുടെ പ്രകാശകിരണങ്ങൾ എന്നിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ എന്നെയും നോക്കുകയാണ്. ഈ പരന്ധാമത്തിൽ എനിക്ക് ബാബയെ മാത്രമാണ് കാണാനുള്ളത്. ബാബയും എന്നെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ബാബ് സമാൻ മാസ്റ്റർ സർവശക്തിമാനാണ്. ബാബയുടെ സർവശക്തികളും എന്നിലേക്ക് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ഞാൻ ബാബയ്ക്ക് സമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ബാബ ജ്ഞാനസൂര്യനാണ്. ബാബയുടെ സന്താനമായ ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനാണ്. ആത്മീയ ആകാശത്തിൽ 2 സൂര്യന്മാർ ഒരേ സമയത്ത് പ്രകാശിക്കുകയാണ്. ശിവബാബയും ഞാൻ ആത്മാവും ഒന്നിച്ച്. ഈ അവസ്ഥയിൽ, ഈ സ്മൃതിയിൽ അവിടെ തന്നെ സ്ഥിതി ചെയ്യൂ. ആ വീട്ടിൽ, പരന്ധാമത്തിൽ മനസ്സും ബുദ്ധിയും ഉറച്ചിരിക്കട്ടെ, സ്ഥിരപ്പെട്ടിരിക്കട്ടെ. അവിടെ നിന്ന് അനങ്ങുകയേ വേണ്ട. ഇപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ഭൂമിയിലേക്ക്, എൻ്റെ പഞ്ചതത്വ നിർമ്മിതമായ ഈ വസ്ത്രത്തിലേക്ക്, ശരീരത്തിലേക്ക്, ഭ്രൂമധ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ ഈ ദേഹത്തിൻ്റെ ഉടമസ്ഥനാണ്. ഞാൻ ഭ്രൂമധ്യത്തിൽ ഇരിക്കുന്നത് കുറച്ച് നിമിഷങ്ങളോളം അനുഭവിക്കൂ. എന്നിൽ നിന്നും പ്രകാശകിരണങ്ങൾ നാനാഭാഗത്തും പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത സെക്കൻഡിൽ ഞാൻ ഭൂഗോളത്തിന് മുകളിലിരിക്കുകയാണ്. എന്നിട്ട് ഭൂഗോളത്തിന് മുഴുവനും പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ വിഘ്നവിനാശക ഫരിസ്തയാണ്. ഞാൻ ശിവന്റെ സന്താനം, വിഘ്നവിനാശകാത്മാ. ലോകത്തിലെ സർവ ആത്മാക്കളുടെയും വിഘ്നങ്ങൾ ഹരിക്കാനുള്ള ശക്തികൾ നൽകുന്നു. എനിക്ക് താഴെ ഈ ഭൂഗോളം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് മുകളിൽ സർവശക്തിമാനായ ശിവബാബയിൽ നിന്നും സർവശക്തികളുടെ കിരണങ്ങൾ എന്നിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിൽ നിന്നും നിരന്തരം അത് ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭൂഗോളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ 3 നേത്രങ്ങളിലൂടെ വെളുത്ത തിളങ്ങുന്ന പ്രകാശകിരണങ്ങൾ ഭൂഗോളത്തിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിർവിഘ്ന ആത്മാ. സർവ ആത്മാക്കളുടെയും വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നു. ഞാൻ സദാ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും കഴിയുന്ന ആത്മാ. എന്നിൽ നിന്നും ഈ ലോകത്തിലെ കോടാനുകോടി ആത്മാക്കളിലേക്ക് ബാബയുടെ പ്രകാശകിരണങ്ങൾ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കിരണവും ആയിരക്കണക്കിന് കിരണങ്ങളായി മാറി, ലക്ഷക്കണക്കിന് കിരണങ്ങളായി മാറി ഓരോരോ ആത്മാവിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ചുറ്റിലും ഒരു പ്രകാശ കവചം നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു. ആ പ്രകാശ കവചം ഓരോരോ ആത്മാവിനും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരന്റെ ദിവ്യപ്രകാശത്തിൽ ഓരോരോ ആത്മാവും സുരക്ഷിതമായി കൊണ്ടിരിക്കുന്നു. സർവ ആത്മാക്കളും നിർവിഘ്നമായി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ വിഘ്നവിനാശകൻ സർവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവരവരുടെ പരിശ്രമമനുസരിച്ചുള്ള, അവരവരുടെ ഭാഗ്യമനുസരിച്ചുള്ള ഭാഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ആത്മാക്കളുടെയും ബന്ധം ബാബയുടെ കൂടെ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. ഭൂമിയിലേക്ക് ഒന്ന് നോക്കിയാൽ സർവ ആത്മാക്കളും മുകളിലേക്ക് ശിവബാബയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മുകളിൽ നിന്നും ശിവബാബയിൽ നിന്നും സർവശക്തികളുടെ ദിവ്യകിരണങ്ങൾ സർവ ആത്മാക്കളിലേക്കും ഭൂമിയിലേക്കും പതിച്ചുകൊണ്ടിരിക്കുന്നു. സർവ ആത്മാക്കളുടെയും തിളക്കം സർവ ആത്മാക്കളുടെയും
തിളക്കം മുഖത്ത് കാണാം. ഞാൻ ഈ ദൃശ്യം കണ്ട് കണ്ട് ആനന്ദിക്കുകയാണ്. ഞാൻ ഭൂഗോളത്തിൻ്റെ മുകളിലിരുന്ന് സേവ ചെയ്യുകയാണ്. മനസ്സാ സേവ. അതോടൊപ്പം തന്നെ ഞാൻ ബാബയുടെ ഓർമ്മയിൽ ലവ്ലീനമാണ്. ബാബയെ ഓർമ്മിച്ച് സ്നേഹത്തിൽ ലയിച്ചു ചേരുന്നു. ഭൂമിയിലെ ഓരോരോ മനുഷ്യാത്മാക്കളിലേക്കും ഈ ദിവ്യകിരണങ്ങൾ പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മനസ്സ് പരന്ധാമത്തിൽ ബാബയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ മുഴുവൻ ലോകത്തിലെ ആത്മാക്കളുടെയും ഞാൻ മുതിർന്ന സഹോദരാത്മാവാണ്. എല്ലാവർക്കും ഞാൻ വീട്ടിലേക്കുള്ള വഴി കാണിക്കുകയാണ്. എല്ലാവരുടെയും ബുദ്ധി ബാബയിലേക്ക് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ബാബാ ബാബാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഈ ലോകത്തിലെ സർവ്വ ആത്മാക്കളും ഉള്ളിൻ്റെ ഉള്ളിൽ ബാബാ ബാബാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നു, മഗ്നമായിരിക്കുന്നു. ഓം ശാന്തി.